വെൽക്കം ടു ലേണിംഗ് ഫോർ ഓൾ. ഐ ആം അഥിനി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ ഞാൻ പാരന്റിങ് വീഡിയോസ് ചെയ്തപ്പോൾ സജഷൻസ് പറയുന്നു. അപ്പോൾ എനിക്ക് മെസ്സേജസ് വന്നിരുന്നു, കണക്കിനോട് പേടിയാണ്, കണക്കെന്നുള്ള സബ്ജക്റ്റ്, മാത്സ് എന്നുള്ള സബ്ജക്റ്റ് കേൾക്കുമ്പോൾ തന്നെ ഒരു മടുപ്പാണ്, പഠിക്കാനായിട്ട് ഇരിക്കുന്നില്ല കുട്ടികൾ, അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ വന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, കണക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന പാരൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ് ഇത്. ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് കണക്ക് ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന, അതായത് ഒരു ഗ്രേഡ് 4 അല്ലെങ്കിൽ ക്ലാസ് 4 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. ഇനി അതിന് മുകളിലേക്കുള്ള കുട്ടികൾക്കുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ക്ലാസ് 4 വരെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണക്കിനോട് ഒന്ന് തുടങ്ങിയൊക്കെ ഇരിക്കുന്ന സമയമാണ്. ക്ലാസ് 4 എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ് ഞാൻ പറയുന്നത്. ക്ലാസ് 4 ലിമിറ്റ് വരെയുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അവരുടെ കണക്കിനോടുള്ള പേടി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പാരൻസ് എപ്പോഴും പഠിക്കാൻ പറയുമ്പോൾ പറയും, അതെ നീ മാത്സ് കൂടുതൽ സമയം പഠിക്കണം കേട്ടോ, കാരണം മാത്സ് ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ എനിക്ക് മാത്സ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു, അതുകൊണ്ട് നീ തന്നെ വേഗം മാത്സ് പഠിക്കണം, മാത്സിന് കുറച്ച് അധികം സമയം എടുക്കണം, ഏറ്റവും ടഫ് സബ്ജക്റ്റ് ആട്ടോ മാത്സ്, എല്ലാവരും പാസ്സാവാത്ത സബ്ജക്റ്റാണ്. ഇങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നെഗറ്റീവ് എനർജി കുട്ടികളിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ ചെറുപ്പം പോലെ ഇത് കേൾക്കുമ്പോൾ അവരെന്താ വിചാരിക്കാം, അവരുടെ മനസ്സിൽ കയറും, കണക്ക് ഭയങ്കര പാടാണ്, കണക്ക് എന്നെ കൊണ്ടൊന്നും പറ്റത്തേയില്ല, കണക്ക് ഭയങ്കര ബോറടിക്കുന്ന സബ്ജക്റ്റാണ്, കണക്ക് ഇങ്ങനെ എഴുതി പഠിക്കണ്ടേ, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ നമ്മൾ അറിയാതെ പാസ് ചെയ്ത നെഗറ്റീവ് എനർജി അവരുടെ മനസ്സിലേക്ക് കയറും. നമ്മൾ എപ്പോഴും പറയില്ലേ, ഹോം ഈസ് അവർ ഫസ്റ്റ് സ്കൂൾ, അതായത് വീടാണ് നമ്മുടെ ഫസ്റ്റ് സ്കൂൾ. നമ്മുടെ പാരൻസിനെ കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, അതുപോലെ തന്നെ നമ്മളെ കണ്ടാണ് നമ്മളുടെ കുട്ടികൾ പഠിക്കുക. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളിലേക്ക് ഒരിക്കലും നമ്മൾ നെഗറ്റീവ് എനർജി പാസ് ചെയ്യണം. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു പഠിക്കാൻ പറയണം, പക്ഷെ എല്ലാ സബ്ജക്റ്റും പോലെ തന്നെ മാത്സിനെയും കാണുക, അല്ലാതെ മാത്സ് ഒരുപാട് നേരം പഠിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു നെഗറ്റീവ് എനർജി കൊടുക്കാതിരിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, ഡോണ്ട് പാസ് അവർ നെഗറ്റീവ് എനർജി ടു കിഡ്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കുട്ടികളെ കണക്കിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് എന്തിനാണ് ഈ കണക്ക് പഠിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാവും? ഒരു ദിവസം നമ്മുടെ മോനെ അല്ലെങ്കിൽ മോളെ വിളിച്ചിട്ട്, മോനെ ഞാൻ കുറച്ച് നേരം കണക്കിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് പറഞ്ഞു തരാം. അങ്ങനെയല്ല, നമ്മൾ സ്ലോലിയാണ് കുട്ടികളിലേക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോകുമ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുമല്ലോ നമ്മുടെ കൂടെ, അപ്പോൾ നമ്മൾ അവരുടെ കൂടെ തന്നെ മോനെ ഞാൻ ഇത്ര രൂപ കൊടുക്കാൻ പോവാണ്, അപ്പോൾ നമുക്ക് ബാലൻസ് എത്ര കിട്ടും എന്നൊക്കെ നമ്മൾ അവരോട് ചോദിക്കുക. അതുപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കാറുകളൊക്കെ പാസ് ചെയ്യുന്നത്, ചെറിയ കുട്ടികളുടെ കാര്യമാണ്, കാറുകളൊക്കെ പാസ് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് തന്നെ ഒന്ന് കൗണ്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. 1 2 3 ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ വയ്ക്കുക. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ, ഒരു ചോക്ലേറ്റ്സ് കൊടുക്കുമ്പോൾ കൗണ്ട് ചെയ്തിട്ട് ഞാൻ 4 ചോക്ലേറ്റ്സ് വാങ്ങിച്ചു, നിനക്ക് ഞാൻ 2 ചോക്ലേറ്റ്സ് തന്നു, അപ്പോൾ ചേച്ചിക്ക് ബാക്കി എത്ര ഉണ്ടാവും, അങ്ങനെയൊക്കെ നമുക്ക് സബ്ട്രാക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നടക്കുന്ന വഴി കാണുന്ന എല്ലാ സാധനങ്ങളിലും കണക്ക് എങ്ങനെയൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇല്ല നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ കാണുന്നു അതും കണക്കുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മൾ ബാങ്കിൽ പൈസ ഇടുന്നു, ആ പൈസ ഇടുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇത്ര കിട്ടുന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും നമുക്ക് കിട്ടിയത്, അങ്ങനെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് കുട്ടികളായിട്ട് ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ പ്ലേറ്റ് കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് പ്ലേറ്റ്സ് ഇത്ര ഉണ്ടായിരുന്നു, പക്ഷെ ഇതിൽ 2 എണ്ണം പൊട്ടി, നമുക്ക് കൂടുതൽ ഗ്ലാസ് ആയിരിക്കും പറയാം, ഗ്ലാസ് ഇത്ര പൊട്ടി, ബാക്കി എത്ര ഗ്ലാസ് ഉണ്ടാവും ഒന്ന് പറഞ്ഞു നോക്കിയേ. അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് റിയൽ ലൈഫിലെ കണക്കിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കാം. നമ്മുടെ തിലകൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഭൂഗോളത്തിൻ്റെ സ്പന്ദനം മാത്സിലാണ് എന്ന് കുട്ടികൾക്ക് തന്നെ തോന്നണം, അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത് എന്നവർക്ക് തോന്നാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മൾ കൊടുക്കുക, നമ്മൾ ഏത് ഫീൽഡിലേക്ക് പോയാലും ഏത് ഫീൽഡ് എടുത്താലും കണക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ബേസിക്സ് ആണ് നമ്മുടെ ഫൗണ്ടേഷൻ ഓഫ് മാത്സ് എന്ന് പറയുന്നത്. അതായത് ഫൗണ്ടേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ ബിൽഡിങ്ങിനൊക്കെ പറ്റുക, ബിൽഡിംഗ് എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് നിലത്തേക്ക് വീഴും അല്ലേ. ആ സെയിം കാര്യമാണ് നമ്മൾ മാത്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക.
ഇപ്പോഴും 30 to 40 ഇയേഴ്സ് ഉള്ള ആളുകൾ പോലും ഫൗണ്ടേഷൻ ഉണ്ടാവില്ല. അവർക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടാവും, പക്ഷേ അവർക്ക് ബേസിക്സ് അറിയില്ല. ഫൗണ്ടേഷൻ അറിയാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, പാരൻസ് ചെയ്യേണ്ടത് മാർക്സിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മാർക്സ് കിട്ടണം എന്നുള്ള വാശിയിലാണ് കുട്ടികൾ കുറേയൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കും, ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കും. അങ്ങനെയല്ല നമ്മൾ മാത്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. മാത്സ് എപ്പോഴും കൺസെപ്റ്റ് മനസ്സിലാക്കി ഫൗണ്ടേഷൻ നമ്മൾ നല്ല രീതിയിൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ പണിയാൻ പോകുന്നത് നമ്മുടെ വീടാണ്, നമ്മുടെ കുട്ടികൾ. അപ്പോൾ നമ്മളുടെ വീട് പണിയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫൗണ്ടേഷൻ നല്ല രീതിയിൽ സെറ്റ് ചെയ്യണം. അതുകൊണ്ട് കുട്ടികൾക്ക് ഫൗണ്ടേഷൻ നന്നായിട്ട് കൊടുക്കുക. എന്തൊക്കെയാണ് ഫൗണ്ടേഷൻ? അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതെല്ലാം നമ്മുടെ ഫൗണ്ടേഷൻസ് ആണ്. അപ്പോൾ ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ 4+2 = 6 ആണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അത് ചെയ്യാനും കുട്ടികൾക്ക് അറിയിക്കും. എന്തിനാണ് ഈ 4+2 = 6 ചെയ്യുന്നത്? എന്തിനാണ് ആഡ് ചെയ്യുന്നത്? ഇതൊക്കെ ചില കുട്ടികൾക്ക് അറിയാത്തത്. അപ്പം നമ്മൾ അതൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഞാൻ അഡീഷൻ്റെ, സബ്ട്രാക്ഷൻ്റെ, മൾട്ടിപ്ലിക്കേഷൻ്റെ, ഡിവിഷൻസിൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കൺസെപ്റ്റ് ക്ലിയർ ആവുന്ന രീതിയിൽ. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ പ്ലേ ലിസ്റ്റിൽ ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ബേസിക്സ് കൊടുക്കുക എന്നുള്ളതാണ്. 4th പോയിന്റ്, നമ്മൾ കുട്ടികളുടെ സ്റ്റഡി സ്റ്റൈല് നമ്മൾ മനസ്സിലാക്കണം. ചില കുട്ടികൾക്ക് എഴുതിയേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ചില പാരൻസ് പറയുന്നേക്കാം, എനിക്ക് എഴുതിയാലോ മാത്സ് കിട്ടുള്ളൂ, അതുകൊണ്ട് നീയും എഴുതണം. അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. കാരണം ഞാൻ പഠിക്കുന്ന മെത്തേഡ് ആയിരിക്കില്ല നിങ്ങൾ പഠിക്കുന്ന മെത്തേഡ്. ഫോർ എക്സാമ്പിൾ, ഞാൻ കുറച്ച് ട്രിക്കും ഷോർട്ട് കട്ട്സും ഒക്കെ വെച്ചിട്ട് പഠിക്കുന്ന ഒരാളാണ്. ആ മെത്തേഡ് ആയിരിക്കില്ല ചിലപ്പോൾ മറ്റൊരാൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ എന്താണ് സ്റ്റഡി സ്റ്റൈൽ എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. പക്ഷെ ഒരിക്കലും മാത്സ് റീഡബിൾ സബ്ജക്റ്റ് അല്ല. അത് എപ്പോഴും മൈൻഡിലുണ്ടാകും. എനിക്ക് വായിച്ച് പഠിച്ചാൽ മതി അമ്മേ എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ടാകും. പക്ഷെ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മാത്സ് ഒരിക്കലും റീഡബിൾ സബ്ജക്റ്റ് അല്ല. അടുത്ത പോയിന്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, എൻ്റെ ലേണിംഗ് സ്റ്റൈലിൽ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നൊരു മെത്തേഡാണ് ത്രൂ ആക്ടിവിറ്റി, ത്രൂ ഗെയിംസ്, അല്ലെങ്കിൽ ത്രൂ സ്റ്റോറീസ് നമ്മൾ മാത്സ് പഠിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത പറയുകയാണ്. ഞങ്ങളിനി ഗെയിമൊക്കെ ഉണ്ടാക്കണ്ടേ, ഞങ്ങളിനി സ്റ്റോറി ഉണ്ടാക്കണ്ടേ, ഞങ്ങളിനി തപ്പി പിടിക്കണ്ടേ എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്ന പാരൻസിന് ഞാനൊരു സന്തോഷ വാർത്ത പറയുകയാണ്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു മാത്സ് കിറ്റ്, അതിപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചെറിയ വീഡിയോയും ഞാൻ ഇത് കഴിഞ്ഞിട്ട് അടുത്ത് തന്നെ കാണിക്കാവുന്നതാണ്. എന്തായാലും എല്ലാ കുട്ടികൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ട് അവർ ഗെയിമിലൂടെ, സ്റ്റോറിയിലൂടെ, പലതരം ആക്ടിവിറ്റിയിലൂടെ അവർ മാത്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താ അവർക്ക് ഗുണം? അവർക്ക് മടുപ്പ് തോന്നില്ല, അവർക്ക് നല്ല ഇൻട്രസ്റ്റോടു കൂടി തന്നെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു മാത്സ് കിറ്റ് പോലെയാണ് നമുക്കത് കിട്ടുന്നത്. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1200 ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു കോഡ് പറയാം. ആ കോഡ് വഴി നിങ്ങൾ അതിൽ എൻ്റർ ചെയ്യാണ്. അതിൽ ആ കാർട്ട് ചെയ്യുമ്പോൾ, ആ കിറ്റ് വാങ്ങിക്കുന്ന സ്ഥലത്ത് എൻ്റെ ഈ കൂപ്പൺ നിങ്ങൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 1000 rupees അത് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ 200 rupees നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് തന്നെ വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് ഞാൻ ഇപ്പോൾ ആ വീഡിയോ ഇവിടെ കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടു കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. വളരെ യൂസ്ഫുൾ ആയിട്ട് കുട്ടികൾക്ക് ഏറ്റവും അടുപ്പം മാത്സിനോട് ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് ഈ കിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഇത്രയും പോയിന്റ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റിക്കി നോട്ട്സ്. സ്റ്റിക്കി നോട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാൻ വീട് മുഴുവൻ ഒട്ടിച്ച് വെക്കലാണ്. അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു നോട്ട്സ് ഉണ്ടാവുക.
കുട്ടികളുടെ കയ്യിൽ ഒരു നോട്ട്സ് വയ്ക്കാം. എന്നിട്ട് ഓരോ ദിവസവും പഠിച്ചത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ കുട്ടികളെ കൊണ്ട് ഒന്ന് എഴുതി നോക്കുക. ഞാൻ ഇന്ന് അഡീഷൻ പഠിച്ചു, അപ്പോൾ ഈ അഡീഷനിൽ ഞാൻ ഇതൊക്കെയാണ് പഠിച്ചത് എന്ന് എഴുതി വെക്കുന്ന വഴി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ വീണ്ടും റീകളക്ട് ചെയ്യാണ്. സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന വഴി കൂടുതൽ നമ്മുടെ ബ്രെയിനിലേക്ക് രജിസ്റ്റർ ആയിട്ട് വരും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹാർഡ് സ്റ്റഡി അല്ല, സ്മാർട്ട് സ്റ്റഡിയാണ്. മിക്ക പാരൻസും കുട്ടികളോട് എപ്പോഴും ഇരുന്ന് പഠിക്കാൻ പറയും. പക്ഷെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഹാർഡ് സ്റ്റഡീനേക്കാളും സ്മാർട്ടായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്യാം. അപ്പോൾ ചെറിയ കുട്ടികളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ നന്നായിട്ട് കൊടുക്കുക എന്ന് പറയില്ലേ. എന്നിട്ട് നിങ്ങൾ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് നീ ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറയാതെ അവർക്ക് തന്നെ ഒന്ന് ചെയ്യാനായിട്ട് അവരോട് പറയാം. എന്നിട്ട് അവർ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ നന്നായിട്ട് അക്നോളജ് ചെയ്യുക. അഥവാ ഇന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ പിച്ചുക, അടിക്കുക, നീ എന്തിന് കൊള്ളാം, നിന്നെ എന്തിന് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് പോത്ത് മണ്ടൻ ഇങ്ങനെയൊക്കെ അതൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യരുത്. കുട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അക്നോളജ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ മിസ്റ്റേക്ക് വരുമ്പോൾ അവരോട് പറയാം സാറില്ല അടുത്ത ക്വസ്റ്റ്യനിൽ ചെയ്യാം. അപ്പോൾ അവർക്ക് വീണ്ടും ക്വസ്റ്റ്യൻ വരും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ അക്നോളജ് ചെയ്യണം. അപ്പോൾ ഞാൻ പറയുന്നത് അക്നോളജ്മെൻറ്റ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് കണക്കിനോടുള്ള പേടി ഉറപ്പായിട്ടും മാറും. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വീട്ടിൽ നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള മാത്സ് ആക്ടിവിറ്റീസ്, ഗെയിംസ്, ഇതുപോലുള്ള നമ്മൾ ഒരുപാട് ടോയ്സ് കുട്ടികൾക്ക് ബർത്ത്ഡേക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കില്ല. അപ്പോൾ ഇതുപോലുള്ള മാത്സ് കിറ്റുകൾ വാങ്ങിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക സ്ഥലത്തും മാത്സ് ഗെയിംസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അത് കൂടുതലും സ്ക്രീൻ ടൈം കൂടുന്നതിന് കാരണം. അപ്പോൾ ഇതുപോലുള്ള കിറ്റായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകാരം ഉണ്ടാവും. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും ഞാൻ വീഡിയോയ്ക്ക് ശേഷം കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കിറ്റ് വേണം എന്നുള്ളവർക്ക് 1200 1200 അതിൻ്റെ വില. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 1000 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ എൻ്റെ കോഡ് എന്താണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടാൻ മറക്കരുത്. കമൻറ്റ് ആണ് നമ്മുടെ എനർജി ഡ്രിങ്ക്. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു സോ മച്ച്.